നമ്മൾ തമ്മിൽ കണ്ട് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതിനി വക്കീൽ നോട്ടീസ് ആയാലും നിന്റെ ഭർത്താവിന്റെ മരണം സംബന്ധിച്ച തെറ്റിദ്ധാരണയായാലും എനിക്ക് നിങ്ങളോടൊന്നും ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞൊഴിയണ്ട. സംസാരിക്കാനുണ്ട്. അതിന് എൻ്റെ ഓഫീസിലേക്ക് വന്നാൽ മതി. രാവിലെ 11:30 ഞാൻ ഫ്രീ ആകും. പിന്നെ 7 മണി കഴിയണം ഫ്രീ ആകാൻ. നിനക്കിഷ്ടമുള്ള സമയം. എല്ലാം നിന്റെ ഇഷ്ടം. സുശീലേ, ഇന്നും വൈകിട്ടില്ല. നീ വന്നാ ഞാൻ രാജ്ഞിയെ പോലെ നോക്കും. നിനക്ക് പണവും പൊന്നും കൊണ്ട് ഞാൻ തുലാഭാരം നടത്തും. നീ വിചാരിക്കുന്ന പോലെ വിശ്വംഭരനെ കൊന്നത് ഞാനല്ല. ആ മരണത്തിൽ എനിക്കൊരു പങ്കുമില്ല. എന്നെ നീ വിശ്വസിക്കു സുശീലേ. നീ എന്നെ ഓർക്കാറുണ്ടായിരുന്നില്ലേ? സത്യം പറ. ഞാൻ എന്റെ വിശ്വംഭരൻ ചേട്ടന് മാത്രമേ ഓർക്കാറുള്ളൂ. കുത്തുകൊണ്ട് പിടയുന്നത്, എന്റെ കൈകളിൽ കിടന്ന് മരിച്ചത്, അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് പണവും തട്ടി ഓടിപ്പോയവനെ അയച്ചതും അഴുകിയ രാവണനായി നിങ്ങൾ തന്നെ. എന്റെ ഭർത്താവിനെ കൊന്നതിന് നിങ്ങളോട് പകരം ചോദിക്കുന്നത് ദൈവമായിരിക്കും. അവള് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. ഇണക്കമില്ലാത്ത ജാതിയാ. അതാ എനിക്കൊരു താല്പര്യം. അല്ലാതെ ഈ ലോകത്ത് വേറെ പെണ്ണില്ലാഞ്ഞിട്ടാണോ? കിട്ടാത്ത കനിയോടാണല്ലോ മനുഷ്യന് കൂടുതൽ താല്പര്യം. ഒരു സംശയവും തോന്നരുത്. വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യണം. അവള് തനിച്ചു വന്നാ തിരിച്ചു പോരുത്. പയ്യന്മാരെ വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം. എന്തിനാ? അവക്ക് ഞാൻ മാത്രം മതി. സാറ് ധൈര്യമായിട്ട് പോയാട്ട്. ഇതെന്താ ഇത്? നീ എപ്പോഴും ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന എങ്ങനെ? ഇത്രയ്ക്ക് മനക്കരുത്തില്ലേ നിനക്ക്? ഒന്നുമില്ലെങ്കിലും ഒരു 10-20 വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണിന്റെ അമ്മയല്ലേ നീ? ചേട്ടത്തി, അയാൾ വിളിച്ചു. ആ പരമേശ്വരൻ. ഓ, ഫോൺ ചെയ്തതേ ഉള്ളോ? ഞാൻ വിചാരിച്ചു അയാൾ നേരിട്ട് ഇവിടെ വരുമെന്ന്. അതേതായാലും നന്നായി. നമ്മൾ ഉദ്ദേശിച്ച ട്രാക്കിൽ വരുന്നുണ്ട്. എന്നിട്ടെന്ത് പറഞ്ഞു? നീ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞോ? ഓഫീസിൽ. നീ ചെല്ലുമ്പം ചിലപ്പം ബലമായ വല്ല കടലാസിലും ഒപ്പിടിക്കാൻ ശ്രമിക്കും. എനിക്ക് പേടിയാവുന്നു ചേട്ടത്തി. എന്തിനാണ് പേടി? സുശീലേ, ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ, പേടിച്ച പിന്നെ പേടിക്ക് അവസാനമേ കാണൂല. നേരെ നിന്ന് നേരിടണം. അതുവരെ ഉള്ളൂ പേടിയുടെ ആയുസൊക്കെ. എന്നാലും തനിച്ച് അയാളുടെ ഓഫീസിൽ പോവാന്ന് പറഞ്ഞ എനിക്കിത് ഓർക്കാൻ വയ്യ ചേട്ടത്തി. അതിന് നീ തനിച്ചല്ലല്ലോ പോകുന്നത്, നിന്റെ കൂടെ ഞാനും ഉണ്ട്. അപ്പോഴോ അവൻ കൊല്ലാനോ തല്ലാനോ വന്നാ ഒന്ന് നിലവിളിക്കാനെങ്കിലും കൂടെ ഒരാള് വേണ്ടേ? ഈ വിശാലാക്ഷിയെ പരമേശ്വരനൊന്ന് പരിചയപ്പെടുകയും ചെയ്യട്ടെ. എന്താ? അയ്യേ, കരയാതെ കരയാതെ. ഇടാ. അച്ഛൻ കള്ളക്കളി കളിച്ചു. എങ്ങനെ? എപ്പോ?
അതെ ഇത് നോക്കേ, ഈ ആട് ഞാൻ കയ്യിൽ വെച്ചിട്ടല്ലേ അച്ഛൻ നേരത്തെ ഇന്നലത്തെ ഇതൊക്കെ- കളിയിലല്ലേ? അത് ശരിയല്ല, ഇന്ന് അങ്ങനെയല്ലല്ലോ. അല്ലല്ല, അച്ഛൻ കള്ളക്കളി കളിച്ചു. കളിച്ചില്ല ഇന്നലെയല്ലേ? ഇത് കള്ളക്കളി. മോള് പറഞ്ഞ ശരിയാ. ചക്കര മുത്തല്ലേ അച്ഛനോട് ക്ഷമിക്കേ. ഇപ്പോൾ ദാ, എന്താ നമുക്ക് ഓക്കേ, ഓക്കേ. ഒന്നൂടെ ആ. ഒന്നൂടെ. എല്ലാം കൂടെ ഒന്നൂടെ ശ്രമിക്കാം. ഞാൻ എടുക്കാം എല്ലാം എടുക്കാം. ജോക്കറൊക്കെ എടുത്തു വെച്ച്. കള്ളക്കളി കാണിക്കല്ലേ? അഴിച്ച കുഴിച്ച ഒന്നേ ദേ, കള്ളക്കളി കാണിച്ചാ ഞാൻ ഇനി കളിക്കില്ല കേട്ടോ. മോളെ പറ്റിക്കല്ലേ? ആ വർഷാപ്പിലെ ജോലി പോയതിൽ നീ വിഷമിക്കണ്ട. നമുക്കൊരു വർഷാപ്പ് തുടങ്ങാം. ആ, എനിക്കിപ്പോൾ ഒരു വർഷോപ്പിൻ്റെ ആവശ്യം ഉണ്ടായിട്ടല്ല. വിശ്വംഭരനൊരു ജോലി വേണ്ടേ? ഇന്ന് സംഭവിച്ച പോലെ വല്ല സ്ഥലത്തും കയറി ഇറങ്ങി അവർക്ക് വേണ്ടി ദിവസക്കൂലി ചെയ്തിട്ട് നാളെ മുതൽ വരണ്ട എന്ന് മുതലാളി പറഞ്ഞാൽ നിന്റെ മനസ്സ് ഇന്നത്തെ പോലെ ഇടിഞ്ഞു പോകരുത്. ഒരുത്തൻ്റെ മുമ്പിൽ നീ തലകുനിച്ച് നിൽക്കണ്ട. നമ്മൾ തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേ ആയില്ലേ? സുശീലേ, ഇത് വിശ്വംഭരനെ ഓർത്തല്ല ഞാൻ ചെയ്യുന്നത്, സുശീലെ മോളെ ഓർത്ത. ഓ, സുഭദ്ര എത്ര വേഗമാങ്ങ് വളർന്നത്. ഞാൻ എടുത്തോണ്ട് നടന്ന കൊച്ചല്ലേ. ഇപ്പൊ തന്നെ എന്തു ഭംഗി അവളെ കാണാൻ. നല്ല രീതിയിൽ ഇവളെ കെട്ടിച്ചുവിടണ്ടേ? എന്നാലും പരമേശ്വര, ഇത്രയും ബാധ്യത നീ എനിക്ക് വേണ്ടി ഏറ്റെടുക്കാന്ന് പറഞ്ഞാ എനിക്ക് എങ്ങനെ നന്ദി പറയേണ്ടെന്നറിയില്ല. ഡ്രൈവിംഗ് പഠിക്കാൻ ഒരു വണ്ടിയിൽ 45 ദിവസം ഒന്നിച്ചുണ്ടായിരുന്നു എന്നല്ലാതെ നമ്മൾ തമ്മിൽ എന്ത് ബന്ധം ഉണ്ടായിരുന്നത്? പക്ഷേ എനിക്കൊരാവശ്യം വന്നപ്പോൾ നീ എന്നെ എന്തുമാത്രം സഹായിക്കുന്നു. ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ അത്രയും ബന്ധത്തിന്റെ പേരിൽ ഇത്രയൊക്കെ സഹായം ചെയ്യുമായിരുന്നു? എനിക്ക് തീർച്ചയില്ല. ആ, അതാണ് ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് അന്നേ നിന്നെ ഇഷ്ടമായിരുന്നു. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ ഇതിന്റെ 10 ഇരട്ടി സഹായം നീ എനിക്ക് ചെയ്തേനെ എന്നും എനിക്കറിയാം. വിശ്വംഭര, ഒരാളെ മനസ്സിലാക്കാൻ അധികം സമയം എന്തിനാ? ആളിന്റെ വില അവന്റെ പോക്കറ്റിലെ നോട്ടല്ല, അവന്റെ മനസ്സിന്റെ ഉറപ്പും നന്മയുവാ. നിനക്കിതൊക്കെ ചെയ്തു തരുന്നതിൽ എനിക്ക് ഒരു സ്വാർത്ഥതയുണ്ട്. നീ വിശ്വസ്തനാ, എനിക്കറിയാം. സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് തുടങ്ങിയാൽ കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് നിന്നെ ഏൽപ്പിച്ചാൽ എനിക്ക് നല്ല ലാഭം കിട്ടുമെന്നും എനിക്കറിയാം. ഞാനും കൂടെ ഒന്ന് ജീവിച്ചു പോട്ടടാ നിന്റെ കെയർ ഓഫിൽ. നാക്കില്ലായിരുന്നെങ്കിൽ നിന്നെ എന്നെ കാടം പിടിച്ചനെ. സുശരിക്കറിയാലോ അവനെ. ഈ നാട്ടിലെ ചെറുകിട ബിസിനസ്സുകാർക്കെല്ലാം പരമേശ്വരനാ പണം കട കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം സമ്മതിച്ചല്ലോ രണ്ടുപേരും? എൻ്റെ പാർട്ണറായിട്ട് ചേരാൻ സമ്മതമാണല്ലോ. കരാർ അനുസരിച്ച് ഇപ്പോൾ വർക്ക്ഷോപ്പിൽ 1/3 ഷെയറാ നിനക്ക്. നീ പണിയെടുത്ത് ബാക്കി 2 ഷെയറോടെ വാങ്ങിച്ചോ. എനിക്ക് ന്യായമായ ലാഭം കിട്ടിയാൽ മതി. ഇതുവരെയുള്ള സകല സമ്പാദ്യവും ഞാൻ ഇതിൽ മുടക്കുക പരമേശ്വര. നീ പറഞ്ഞ പോലെ എൻ്റെ കൊച്ചു വളർന്നു വരുന്നു. അവക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അതിനുവേണ്ടിയാ ഞാൻ ഈ സാഹസത്തിന് ഒരുങ്ങുന്നത്. നീ എന്തിനാടാ വിഷമിക്കുന്നത്? ഇത് സാഹസമല്ല, വളരെ തന്ത്രപൂർവമായ നീക്കവാ. ഇതിൽ നിന്ന് നമ്മൾ നല്ല നേട്ടം ഉണ്ടാക്കും. നിന്റെ കൈപ്പുണ്യം എനിക്ക് അറിഞ്ഞുകൂടെ? എനിക്ക് നല്ല വിശ്വാസമാണ് നിന്നെ. പിന്നെ നിനക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട, വേണ്ടെന്ന് വെച്ചേക്ക്. സുശീലേ, നീ എന്തു പറയുന്നു? അല്ല, സുശീലയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. വിശ്വംഭരൻ ചേട്ടന്റെ ഇഷ്ടം പോലെ. കണ്ടോ, അങ്ങനാണ് ഉത്തമ ഭാര്യമാർ. നീ ഭാഗ്യവാനാ വിശ്വംഭര. ദാ മുദ്രപത്രം ഒപ്പുവെച്ച് തന്നേക്ക്. ഇന്നാണെങ്കിൽ നല്ല ദിവസമാ. ഈശ്വര, എന്നാലും ഒരു കാപ്പി പോലും തന്നില്ലല്ലോ സുശീലേ. കാപ്പി ഞാൻ പാല് തീർന്നു പോയതുകൊണ്ടാ. കട്ടൻ മതിയോ? നീ പോയി വെള്ളം വയ്ക്ക, ഞാൻ ഇപ്പോൾ പാല് കൊണ്ടുവരാം. പരമേശ്വര ഇരിക്കെ. ഓ പാലിതാ ഈ പടിക്കലെ കടയിൽ കിട്ടും. 1 മിനിറ്റ്, ഞാൻ ദാ വന്നു. ശരി.
പരീക്ഷ എടുത്ത സമയമല്ലേ, മോള് പോയിരുന്നു വല്ലതും പഠിക്ക്, ചെല്ല്. പരമേശ്വര ഏത് സമയത്തുള്ള ടി വിയുടെ മുമ്പിലാ. എങ്കിലും എല്ലാ വിഷയങ്ങൾക്കും 85-90 കിട്ടും കേട്ടോ. നീ പോയിരുന്നു പഠിക്കാം. ഇരിക്ക. സുശീലെ കാണാൻ എന്തൊരു ഭംഗിയാ. ഒന്ന് പ്രസവിച്ചതാണെന്ന് പറയത്തില്ല കേട്ടോ. ഞാൻ ഈ കാശൊക്കെ ഇറക്കുന്നത് സത്യം പറഞ്ഞ സുശീലെ ഓർത്ത. നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ട് ഇവിടെ ഇങ്ങനെ ഈ കാൽ കാശിന് വകയില്ലാത്ത തെരപ്പയുടെ കൂടെ ജീവിക്കേണ്ടി വരുന്നതിൻ്റെ വിഷമം സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. എന്നുവെച്ച് സുശീലയ്ക്ക് ഒരു കുറവും വരത്തില്ല കേട്ടോ. ഈ പരമേശ്വരൻ ചേട്ടനുണ്ട് എപ്പോഴും. ഛേ, എന്നാലും പേരുകെട്ട കരുണാകരൻ മുതലാളിയുടെ പെങ്ങക്ക് ഇങ്ങനൊരു സ്ഥിതി വന്നല്ലോ. പുറത്തു പോണം. സുശീല ഒന്ന് ആലോചിച്ചു നോക്ക്. ദാ, എനിക്ക് ആദ്യം കണ്ടതു മുതലുള്ള ആശയാ, തട്ടിക്കളയരുത്. കളഞ്ഞാൽ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനാ, സംഹാരമൂർത്തി. എങ്കിൽ ഞാൻ കാളിയാണ്, ഭദ്രകാളി. സൂക്ഷിച്ചോ. ഓഹോ, അങ്ങനാണോ? അങ്ങനെയാണ്. പോ. സുശീലേ, പേടിച്ചു പോയോ സുശീലേ? ഞാൻ വാതിലടച്ചിട്ടാണല്ലോ കുളിക്കാൻ കയറിയത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഈ പരമേശ്വരൻ ചേട്ടന്റെ മുന്നിൽ അടഞ്ഞ വാതിലുകൾ വരെ തുറക്കുവന്ന്. സുശീല വാതിൽ അടച്ചു എന്നത് ശരിയാ, പക്ഷേ അത് തുറക്കാവുന്ന ഒരടയ്ക്കലായിരുന്നു. എന്നെപ്പോലെ ഒരാൾക്ക് ഒരു ചെറിയ ചുള്ളിക്കമ്പെടുത്ത് തട്ടിയാൽ ഈസിയായി തുറന്ന് അടുത്തു വരാവുന്ന തരം അടയ്ക്കൽ. സുശീല എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് അല്ലേ? പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ അടഞ്ഞു കിടക്കുന്നെന്ന് തോന്നും. വരുന്നവരൊന്ന് പരിഭ്രമിക്കണം, കുറച്ചൊന്ന് പതറണം അല്ലേ? എന്നാൽ ബുദ്ധിയും ധൈര്യമുള്ളവർക്ക് പെട്ടെന്ന് തട്ടി തുറക്കാനും പറ്റും അല്ലേ? എനിക്കിത്തരം വർത്താനം ഇഷ്ടമല്ല. നിങ്ങളുടെ ധാരണ ശരിയല്ല. ആർക്കും തട്ടി തുറക്കാൻ പറ്റുന്ന വാതിലല്ല ഇത്. അതൊക്കെ വെറുതെ. പെണ്ണുങ്ങൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും ഇങ്ങനൊക്കെ പറയുന്നത് വലിയ ഇഷ്ടമാ. ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പറയുന്നത് മാത്രമല്ല. ഛേ, പുറത്തു പോകുന്നുണ്ടോ? അതോ ഞാൻ ഒച്ച വെച്ച് ആളെ വിളിക്കണോ? ഒച്ച വെക്കാനും മാത്രം ധൈര്യമൊന്നും സുശീലയ്ക്കില്ല, എനിക്കറിഞ്ഞുകൂടെ. മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ പല രീതിയിൽ എന്നോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചു. ഓരോ തവണയും ഞാൻ ക്ഷമിച്ചു. വിശ്വംഭരൻ ചേട്ടന്റെ മനസ്സ് വിഷമിക്കരുതെന്ന് കരുതി ഞാൻ പലതും മറച്ചു വെച്ചു. പക്ഷെ ഇനി ഇത് ആവർത്തിച്ചാൽ നീ പറഞ്ഞു കൊടുക്കൂ. പറഞ്ഞു കൊടുത്താൽ ആർക്കാ നഷ്ടം? നിനക്ക് തന്നെ. അവന്റെ തല എന്റെ കക്ഷത്തിലാ. ഞാനൊന്ന് ഇറുക്കി പൂട്ടിയാൽ അവൻ ശ്വാസം മുട്ടി പെടയും. സുശീലേ, നിനക്ക് പരമേശ്വരനെ തീരെ അറിഞ്ഞുകൂടാ. ഞാൻ സ്നേഹിച്ചാൽ കരളു പറിച്ചു തരും, പക്ഷെ ഇടഞ്ഞാലുണ്ടല്ലോ കുത്തി കൊടലെടുക്കും ഞാൻ, പറഞ്ഞേക്കാം. ഇതിങ്ങനെ വെച്ച് നീട്ടിട്ട് കാര്യമൊന്നുമില്ല. രൂപ 1-2 അല്ല ഞാൻ നിന്റെ ഭർത്താവിന് വേണ്ടി ചിലവാക്കിയത്. എനിക്ക് മുതലും പലിശയും വേണം. അത് തരേണ്ടത് നീയാ. നിന്നെ കണ്ടോണ്ടാ അവന് ഞാൻ ഇത്രയും പണം വാരിക്കോരി കൊടുത്തത്. സുശീലേ, സുശീലേ, സുശീലേ.
സുശീലേ സുശീലേ കഥ ഉറക്ക സുശീലേ 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 ആ അങ്കിളായിരുന്നോ? അച്ഛൻ വർക്ക്ഷോപ്പിലാണല്ലോ അങ്കിൾ. അമ്മയാണെങ്കിൽ മാർക്കറ്റിലും പോയി. അതിനെന്താ, മോളുണ്ടല്ലോ, അത് മതി. ഇനിയിപ്പോൾ അധികം താമസിയാതെ ഒരില ചോറ് കിട്ടുന്ന ലക്ഷണമുണ്ടല്ലോ. ഒരില ചോറിന് അത്രയ്ക്ക് പഞ്ഞുണ്ടോ അങ്കിളിന്? ദേ ആ മുറ്റത്ത് നിൽക്കുന്ന വഴുന്ന ഒരേല അങ്ങ് വെട്ടിത്താ. ചോറ് ഞാൻ ഇപ്പൊ തന്നെ വിളമ്പിത്തരാം. പോടി മണ്ടി പെണ്ണെ, ഇതേ വേറെ ഇലയുടെ കാര്യവാ, സദ്യയുടെ, നിന്റെ കല്യാണ സദ്യയുടെ. നല്ല മണം. എന്തെണ്ണയാ മോള് തലേ തേച്ചത്? കുരുമുളകിട്ട് കാച്ചിയ എണ്ണയാ. എന്താ കുറച്ച് വേണോ? പരമേശ്വരൻ ചേട്ടൻ ഇപ്പൊ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ ചുമ്മാതെ വന്നതാ. അമ്മയും മോളെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ എന്ന് വിചാരിച്ചു. ഒന്ന് കണ്ടേക്കാവെന്ന് തോന്നി. നിനക്കിതുവരെ സ്വർണ്ണവളയൊന്നും വാങ്ങി തന്നില്ലേ വിശ്വംഭരൻ? ഇയാളെ കിട്ടുന്ന കാശ് മുഴുവൻ എവിടെ കൊണ്ട് കളയുന്നു? ദാ നിന്റെ അച്ഛനെ നീ തന്നെ ഒന്ന് മൂക്കേറിട്ടേക്കണം മോളെ. എന്റെ അച്ഛൻ കിട്ടുന്ന കാശൊക്കെ ഇവിടെ തന്നെ കൊണ്ട് തരുന്നുണ്ട്. അതൊക്കെ പറഞ്ഞാൽ നിന്റെ കുഞ്ഞു മനസ്സ് വിഷമിക്കും. ആ അതൊക്കെ പോട്ടെ. ദാ അങ്കിള് നിനക്ക് നല്ലൊരു വള വാങ്ങി തരുന്നുണ്ട്, ഒരു 2.5 പവന്റെ. അവൾക്ക് നിങ്ങളുടെ സമ്മാനങ്ങളൊന്നും വേണ്ട. പരമേശ്വരൻ ചേട്ടൻ പോണം. നിക്ക്. വിശ്വംഭരൻ ചേട്ടൻ ഇല്ലാത്ത സമയത്ത് ശൃംഗരിക്കാൻ വന്നാലുണ്ടല്ലോ, ഓടിച്ച് നിന്റെ കരണം പോയിക്കും. നീ അത്ര വലിയ പതിവ്രതൊന്നും ആകണ്ട കേട്ടോ, എല്ലാം എനിക്കറിയാം. മേലിൽ ഈ പടി ചവിട്ടിയാൽ ഒന്ന് നിന്റെ കാല് രണ്ടും ഞാൻ വെട്ടും. ഉമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ വയ്യാത്ത പട്ടി. എന്താ എന്താ ഇവിടെ? പരമേശ്വര എന്തു പറ്റി?